വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഡൈസിൻ്റെ അതിലാദ്യത്തെ മിഥൈൽ ഓറഞ്ച്. മിഥൈൽ ഓറഞ്ച് എന്താണ്? ഒരു അസോഡൈ ആണ്. ആദ്യം അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഡയസറ്റൈസേഷൻ ഓഫ് സൾഫാനിലിക് ആസിഡ് വിത്ത് സോഡിയം നൈട്രേറ്റ് ആൻഡ് HCl അറ്റ് 0 degree Celsius. അതിനുശേഷം അപ്പോൾ നമുക്കൊരു കോമ്പൗണ്ട് കിട്ടും, ഒരു സോൾട്ടാണ് കിട്ടുന്നത്. അതിനുശേഷം അതിനെ നമ്മൾ കപ്പിൾ ചെയ്യുവാണ് വിത്ത് ഡൈ മീഥൈൽ അനിലിൻ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മിഥൈൽ ഓറഞ്ചിൻ്റെ റിയാക്ഷൻ വരുന്നത്. സോ ഇക്വേഷൻസ് നോക്കാം. ഇതാണ് നമ്മുടെ സൾഫാനിലിക് ആസിഡ്. എന്താണ് സൾഫാനിലിക് ആസിഡ്? SO3H ഓൺ എ ബെൻസീൻ റിംഗ് വിത്ത് NH2. ഡൈസറ്റൈസേഷൻ വിത്ത് NaNO2 HCl at 0 degree Celsius. എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇവിടെ HClൻ്റെ Cl വന്ന് ഈ H2നെ റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഡൈസറ്റൈസേഷൻ നടക്കും. അപ്പോൾ നമുക്കൊരു സോൾട്ടാണ് കിട്ടുന്നത് ആക്ച്വലി. അതിനുശേഷം കപ്ലിംഗ് ആണ് വിത്ത് N-methyl aniline. നമുക്കറിയാം അനിലിൻ NH2ൽ രണ്ട് ഹൈഡ്രജൻസ് ഉണ്ട്, രണ്ടുപേരെയും മിഥൈൽ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ സംഭവിക്കുന്ന റിയാക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വന്ന് ഇത് ജോയിൻ ചെയ്യും. നോക്ക്, ബാക്കിയൊക്കെ സിമിലർ ആണ്. N ഡബിൾ ബോണ്ട് N, ഒരു അസോ ബോണ്ട് ഫോം ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് അസോഡൈ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ബൈ പ്രോഡക്റ്റ് HCl. സിമ്പിൾ റിയാക്ഷനാണ്. 2-3 പ്രാവശ്യം എഴുതി നോക്കിയാൽ കിട്ടും. ഡയസറ്റൈസേഷൻ ഓഫ് സൾഫാനിലിക് ആസിഡ് ഫോളോയിഡ് ബൈ കപ്ലിംഗ് ഓഫ് ഡയസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡ്. ഓക്കെ, ഇത് പിന്നെ മിഥൈൽ ഓറഞ്ച് ഒരു ആസിഡ് ആൽക്കലി ഇൻഡിക്കേറ്റർ ആണ്. കാരണം ആസിഡിൽ അതിൻ്റെ കളർ ഓറഞ്ച് റെഡ് ആണ്, ആൽക്കലിയിൽ വരുമ്പോൾ ഗോൾഡൻ യെല്ലോ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ യെല്ലോ ഓറഞ്ച് കളർ ട്രാൻസ്ഫോർമേഷൻ വരുന്നതെന്ന് ചോദിച്ചാൽ, യെല്ലോ കളറായിട്ട് നിൽക്കുമ്പോൾ അത് ബെൻസിനോയിഡ് ഫോമാണ്, പക്ഷേ ക്യുനിനോയിഡ് ഫോമിലേക്ക് മാറും എപ്പോൾ? ആസിഡിൻ്റെ പ്രസൻസിൽ. അപ്പോൾ എന്താണ്? ഓറഞ്ച് കളറായിട്ട് മാറും. സെക്കൻഡ് ഡൈയും കൂടെ നമുക്ക് നോക്കാം, വിച്ച് ഇസ് കോൺഗോ റെഡ്. കോൺഗോ റെഡ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് എഴുതാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പാടുപോലെ തോന്നും, പക്ഷേ സിമ്പിളാണ് സംഭവം. നാഫ്തിയോണിക് ആസിഡ് ആൻഡ് ടെട്രാസോട്ടൈസ്ഡ് ബെൻസിഡിൻ. എന്തായിരുന്നു ടെട്രാസോട്ടൈസ്ഡ് ബെൻസിഡിൻ എന്ന് ചോദിച്ചാൽ, 2 ബെൻസീൻ മോളിക്യൂൾസ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സൈഡിൽ N2Cl. ഇതാണ് നമ്മുടെ ടെട്രാസോട്ടൈസ്ഡ് ബെൻസിഡിൻ. നാഫ്തിയോണിക് ആസിഡ്, നാഫ്തലീൻ എഴുതാറിയാമല്ലോ, 2 ബെൻസീൻ റിംഗ് ആണ് നാഫ്തലീൻ വരുന്നത്. സോ നാഫ്തലീൻ്റെ കൂടെ ഒരു NH2SO3Na വിച്ച് ഇസ് നാഫ്തിയോണിക് ആസിഡ്. ഓക്കെ, തമ്മിൽ കപ്പിൾ ചെയ്യുമ്പം എന്താണ്? ഇവർ തമ്മിലൊരു ബോണ്ട് അങ്ങ് ഫോം ചെയ്യും. അത്രേ വരുന്ന വ്യത്യാസമുള്ളൂ. പിന്നെ 2 മോളിക്യൂൾ ഓഫ് നാഫ്തിയോണിക് ആസിഡ് എടുക്കും. അതായത് നമ്മുടെ ടെട്രാസോട്ടൈസ്ഡ് ബെൻസിഡിൻ ഉണ്ടല്ലോ, ബെൻസിഡിൻ്റെ 2 നൈട്രജൻസിൻ്റെ വാലൻസ് ചെയ്യും നമ്മുടെ നാഫ്തിയോണിക് ആസിഡ് വന്ന് കണക്ട് ചെയ്യും. ഒരുമിച്ച് എഴുതുന്നതാണ് നമ്മുടെ കോൺഗോ റെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബെൻസിഡിൻ ഇതാണ്. ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഒരു മിനിറ്റ് നോക്കിക്കോ. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം സെയിം ആണ്, ഞാൻ വരച്ച സമയത്ത് ഈ ഒരു ബോണ്ട് അവിടെ മിസ്സായിപ്പോയി. ഓക്കെ, ഇതാണ് നമ്മുടെ കോൺഗോ റെഡ്. ഈ കോൺഗോ റെഡിൽ എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഡയറക്റ്റ് ഡൈ ആണ്. ഇതാണ് ഇവിടെ വന്നൊരു മിസ്റ്റേക്ക്. വേറൊന്നുമില്ല, രണ്ടുപേരെയും ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതൊരു ഡയറക്റ്റ് ഡൈ ആണ്. സോഡിയം സോൾട്ടാണ് കോട്ടണൊക്കെ ഡൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് മൂന്നാമതൊരു ഡൈ കൂടെ പറഞ്ഞാലോ? സമയമുണ്ടല്ലോ, 4 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഒരു ഡൈയും കൂടെ പറയാം, മെലച്ചൈറ്റ് ഗ്രീൻ. മെലച്ചൈറ്റ് ഗ്രീൻ ഡൈ പറയുന്നതിന് മുമ്പ് അതിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസസ് ഉണ്ട്. ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. യൂസസ് ഓഫ് മെലച്ചൈറ്റ് ഗ്രീൻ. ഫസ്റ്റ് ഓഫ് ഓൾ, സ്റ്റെയിനിങ് ഹോട്ട് ടിഷ്യൂസ് ഇൻ പ്ലാന്റ്സ് ഇൻഫെക്റ്റഡ് ബൈ ഫംഗസ് ഇൻഫെക്ഷൻ വരുന്ന പ്ലാന്റ്സിന് ടിഷ്യൂസ് റിപ്പയർ ചെയ്യാൻ നമുക്ക് മെലച്ചൈറ്റ് ഗ്രീൻ യൂസ് ചെയ്യാം. ആൻറ്റിസെപ്റ്റിക് ആണ്. ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? ബാക്ടീരിയൽ ആൻഡ് മൈക്രോബൽ ഇൻഫെക്ഷൻസിന് എഗെയിൻസ്റ്റ് നിൽക്കും. ആൻറ്റിസെപ്റ്റിക് ആണ്. ഓൾസോ സ്പോട്ട് ടെസ്റ്റ് റിയേജൻറ്റ് ഫോർ ഡിറ്റക്റ്റിംഗ് സെറിയം ആൻഡ് സൾഫ്യൂറസ് ആസിഡ്. ഓക്കെ, ഈ 3 യൂസസിൽ ഇപ്പം 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അപ്പം ഈ 3 യൂസസ് എന്നെ എഴുതണം, വെറുതെ എന്തെങ്കിലുമൊക്കെ യൂസസ് എഴുതിയിട്ട് കാര്യമില്ല. മെലച്ചൈറ്റ് ഗ്രീൻ്റെ യൂസസ് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റെയിനിങ് ഹോട്ട് ടിഷ്യൂസ് ഇൻ പ്ലാന്റ്സ് ഇൻഫെക്റ്റഡ് ബൈ ഫംഗൈ, then antiseptic for bacterial and mycotic infections, also spot test reagent for detecting sulfurous acid and cerium. Now preparation നോക്കാം. പ്രിപ്പറേഷൻ
കുറച്ചുണ്ട് പറയാൻ. ഓക്കെ, പ്രിപ്പറേഷന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ മെലച്ചൈറ്റ് ഗ്രീൻ എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ഗ്രീൻ ബ്ലൂ കളർ വരുന്ന ഒരു ട്രൈഫിനൈൽ മീഥെയിൻ ഡൈ ആണ്. നമുക്ക് സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും കുറച്ചും കൂടെ. 3 ഫിനൈൽ ഗ്രൂപ്പ്സ് വരുന്ന ഒരു മീഥെയിൻ ഡൈ ആണ്. സിൽക്ക് വൂളിലൊക്കെ ഡയറക്റ്റ് ഡൈ ആയിട്ട് യൂസ് ചെയ്യാം. കോട്ടനൊക്കെ ഡൈ ചെയ്യാൻ ഒരു മോഡൻറ്റ് യൂസ് ചെയ്യണം, വിച്ച് സ്റ്റാനിൻ എന്ന് പറയുന്ന ഒരു മോഡൻറ്റിൻ്റെ കൂടെ കോട്ടനൊക്കെ ഡൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ മെലച്ചൈറ്റ് ഗ്രീൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, കണ്ടൻസിങ് ഡൈമിഥൈൽ അനിലിൻ. അനിലിൻ്റെ ഞാൻ പറഞ്ഞു, ഡൈമിഥൈൽ അനിലിൻ നിങ്ങൾക്ക് അറിയാം. ബെൻസാൽഡിഹൈഡ് അതും അറിയാം. സോ 2 moles ഓഫ് ഡൈമിഥൈൽ അനിലിനും ബെൻസാൽഡിഹൈഡും എടുത്ത് ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്, അതിപ്പോൾ സിങ്ക് ക്ലോറൈഡ്, ആൻഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ആവാം, അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ആവാം, ഏതെങ്കിലും ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് എടുത്ത് ട്രീറ്റ് ചെയ്ത് ഫോളോയിഡ് ബൈ HCl ഓക്സിഡേഷൻ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ട്രീറ്റ് ചെയ്തിട്ട് ഓക്സിഡൈസ് ചെയ്യണം വിത്ത് PbO2. അത് കഴിഞ്ഞ് HCl വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെലച്ചൈറ്റ് ഗ്രീൻ കിട്ടും. കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മെലച്ചൈറ്റ് ഗ്രീൻ എന്ന് പറയുന്നത് ഡീപ്പ് ഗ്രീൻ ബ്ലൂ കളറാണ്. പക്ഷേ ആദ്യം ഇത്രയും സ്റ്റെപ്സ്, ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മാത്രമേ കിട്ടുന്നുള്ളൂ. ചെയ്തെന്ന് വെച്ചോ, കിട്ടുന്നത് മെലച്ചൈറ്റ് ഗ്രീൻ തന്നെയാണ്, പക്ഷേ കളറില്ലാത്ത ഒരു ഡൈ ആയിരിക്കും അത്. ബാക്കി ഫോളോയിഡ് ബൈ ഓക്സിഡേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് വിത്ത് HCl ഗിവ്സ് ദി ഡൈ മെലച്ചൈറ്റ് ഗ്രീൻ. നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരു ബെൻസാൽഡിഹൈഡ് 2 moles ഓഫ് ഡൈമിഥൈൽ അനിലിൻ എടുക്കുന്നു, ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് എടുത്തു. എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇതെന്ന് പറയുന്നത് C+OH ആണ്, നമ്മുടെ CHO ഗ്രൂപ്പ്. ഈ O എന്ന് പറയുന്നത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 molecules ആയിട്ട് അറ്റാച്ച് ചെയ്യും. ഹൈഡ്രജൻ എക്സസ് ചെയ്യും, ആസിറ്റസ്. ക്ലിയർ അല്ലേ? ബെൻസാൽഡിഹൈഡ് 2 ഡൈമിഥൈൽ അനിലിനായിട്ട് കണക്റ്റ് ആവും. ഇത് നമ്മുടെ മെലച്ചൈറ്റ് ഗ്രീൻ ആണ്, പക്ഷേ ഇതൊരു ലൂക്കോ ബേസ് ആണ്, വിച്ച് മീൻസ് കളർ ഇല്ലാത്തൊരു കോമ്പൗണ്ടാണ്. ഇതിനെ നമ്മളിനി ഓക്സിഡൈസ് ചെയ്യുവാണ് യൂസിങ് PbO2. ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ H എന്നുള്ളത് OH ആവും, അത്രേ സംഭവിക്കുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു കാർബണൽ ബേസ് ആണ്. അതിനുശേഷം HCl വെച്ച് ട്രീറ്റ് ചെയ്യും. വാട്ടർ എലിമിനേഷനാണ് നടക്കുന്നത്. വാട്ടർ എവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നു ചോദിച്ചാൽ, ആക്ച്വലി നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട് ക്യുനിനോയിഡ് ആവും. ഇതൊരു ബെൻസനോയിഡ് കോമ്പൗണ്ടാണ്. ഇതൊരു ക്യുനിനോയിഡ് ഫോമിലേക്ക് മാറും. വാട്ടർ എലിമിനേഷൻ നടക്കും. ഇപ്പോൾ ഇവിടെ ഒരു Hഉം കൂടെ വേണം, ഇവിടെ നിന്ന് ഒരു H ഇങ്ങോട്ടേക്ക് പോവും, ക്യുനിനോയിഡ് ഫോം ചെയ്യും. ഏതെങ്കിലും ഒരു ഡൈമിഥൈൽ അനിലിൻ ആസിഡ് എക്സിസ്റ്റ് ചെയ്യും. ഇതേ നോക്കൂ, ഒരെണ്ണം ആസിഡ് എക്സിസ്റ്റ് ചെയ്യും, മറ്റൊന്ന് ബെൻസിനോയിഡ് ഫോം എന്നുള്ളത് ക്യുനിനോയിഡ് ഫോമിലേക്ക് മാറും. ഓക്കെ, ദാറ്റ് ഈസ് മെലച്ചൈറ്റ് ഗ്രീൻ. നമ്മുടെ ഡൈ മെലച്ചൈറ്റ് ഗ്രീൻ എന്ന് പറയുന്നത് ആ ക്യുനിനോയിഡ് ഫോമിൽ വരുന്ന സംഭവമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നമ്മൾ ഈ വീഡിയോയിൽ 3 ഡൈസാണ് ഡിസ്കസ് ചെയ്തത്. മിഥൈൽ ഓറഞ്ച്, കോൺഗോ റെഡ് ആൻഡ് മെലച്ചൈറ്റ് ഗ്രീൻ. ഇതിൽ മിഥൈൽ ഓറഞ്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ക്വസ്റ്റ്യൻ ആണ്, മിഥൈൽ ഓറഞ്ചിനൊക്കെ. പിന്നെ മെലച്ചൈറ്റ് ഗ്രീൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ച് വെക്കാം. ഓക്കെ, ഇത് സ്കിപ്പ് ചെയ്യരുത്. താങ്ക് യു.